ഹായ് സുഹൃത്തുക്കളെ, ഇന്നിച്ചിരി വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ടോയ്ലറ്റിനെ കുറിച്ചാണ്. ഒരു ടോയ്ലറ്റിനെ കുറിച്ച് എന്താണ് വീഡിയോ ചെയ്യാനുള്ളത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഈ ടോയ്ലറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എങ്ങനെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തീരെ ചെലവ് ചുരുക്കിക്കൊണ്ട് എന്നാൽ നമുക്ക് കാഴ്ചയ്ക്ക് നല്ല ഭംഗി തോന്നുന്ന ഒരു ബാത്റൂം നിർമ്മിക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ കണ്ടെത്തിയൊരു മാർഗമാണ് എൻ്റെ ഈ പിറയിൽ കാണുന്ന എൻ്റെ ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 1.5 വർഷം മുമ്പ് ഈ വീട് പണിതപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പണിത ഒരു ടോയ്ലറ്റാണിത്. ഈ ടോയ്ലറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോറ് മാത്രമാണ് നമ്മൾ ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവരുകളെല്ലാം തന്നെ ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലെക്സ് പ്രിന്റ് ഉപയോഗിച്ചാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ, ഏറ്റവും കുറഞ്ഞ ചിലയിൽ വെറും 14 രൂപ മാത്രം സ്ക്വയർ ഫീറ്റിന് വിലയുള്ള കുറഞ്ഞ ഫ്ലെക്സ് പ്രിന്റുകളാണ് ഇതിൻ്റെ ചുവരുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ഫ്ലെക്സ് പ്രിന്റുകൾ ഇതിൻ്റെ ചുവരിൽ ഒട്ടിച്ചതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ടോയ്ലറ്റ് ഒരു പ്രത്യേകത, ഒരു സ്പെഷ്യാലിറ്റി അതിനുണ്ടാവണം. മാത്രമല്ല അത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. വളരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും കളർഫുള്ളായിട്ട് ഒരു ടോയ്ലറ്റ് എനിക്ക് സൃഷ്ടിക്കണമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തായിരുന്നു. പക്ഷേ എല്ലായിടത്തു നിന്നും എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, മിക്കവാറുള്ള ആളുകൾ ടോയ്ലറ്റിന്റെ ഫ്ലോർ എപ്പോക്സി ചെയ്ത പല വീഡിയോകളും പല ചിത്രങ്ങളും ഞാൻ കണ്ടു. പക്ഷേ ഈ ടോയ്ലറ്റിന്റെ ചുവരുകൾ അവരെല്ലാവരും ഈ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പല കടകളിൽ ഈ ടൈലുകൾ അന്വേഷിച്ച് പോയെങ്കിലും, നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലുകൾ അന്വേഷിച്ച് പോയെങ്കിലും അങ്ങനെ ഒന്നും എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടില്ല. അത്രയ്ക്ക് കളർഫുൾ ആയിട്ടുള്ള ടൈലുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ, എൻ്റെ മനസ്സിലുള്ള രീതിയിൽ ഒരു കടൽ പോലെ ഫീൽ ചെയ്യുന്ന, ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി കയറി ബാത്റൂമിനകത്ത് കയറി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ടൈലുകളൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഫ്ലെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കുടുംബ വീട്ടിൽ ഒരു ടോയ്ലറ്റ് എക്സ്ട്രാ പണി ചെയ്തപ്പോൾ അതിനകത്ത് ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. ഒരു ഹാഫ് പോർഷനിൽ ചെവരിൽ ഞാൻ ഈ ഫ്ലെക്സ് പ്രിന്റുകൾ ഒട്ടിച്ചു നോക്കി. അത് വളരെ സക്സസ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ 1.5 വർഷം മുമ്പ് ഈ വീട് പണിതപ്പോൾ ഇവിടെയും ഞാനിത് ഒട്ടിച്ചതെന്നുള്ളതാണ്. ഇതിന് ചെലവ് വന്നത് എനിക്ക് മൊത്തത്തിൽ 1000 രൂപ മാത്രമാണ് ഈ ചെവരുകൾ ഒട്ടിക്കാൻ. എന്ന് വെച്ചാൽ ഇത് ഏകദേശം ഇതിന്റെ ചെവരുകൾ എന്ന് പറയുന്നത് 55-നും 60-നും ഇടയ്ക്ക് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 55 to 60 സ്ക്വയർ ഫീറ്റിനകത്ത് ഒട്ടിക്കാനുള്ള ഫ്ലെക്സ് പ്രിന്റ് ഞാൻ അടിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു 850 രൂപ മാത്രമാണ് ചെലവായത്. പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ അക്സർ മേടിച്ചായിരുന്നു, ഫെവിക്കോളിന്റെ. അങ്ങനെ ആ അക്സറിന് 150 രൂപ, അങ്ങനെ മൊത്തം 1000 രൂപ. ഇതിന്റെ ഈ ചുവരുകളിൽ ഈ ഫ്ലെക്സ് പ്രിന്റ് ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതിന്റെ കൂലി ആർക്കും കൊടുക്കേണ്ടി വന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈൽസ് മേടിച്ച് നമുക്ക് ഇതുപോലെ ചുവരിൽ ഒട്ടിച്ചെടുക്കാം. പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കളർഫുൾ ആയിട്ടുള്ള, ഇത്രയും ഭംഗിയിൽ നമുക്ക് ഒരു കൗതുകകരവും അത്ഭുതവും തോന്നുന്ന രീതിയിലുള്ള ടൈൽസുകളൊന്നും ഞാൻ ഒരു ഷോപ്പിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല അതിന്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ടൈലിനെ പറ്റി ചിന്തിച്ചാൽ പോലും ഈ ഒരു കുഞ്ഞു ബാത്റൂമിനകത്ത് അത്രയും ടൈൽ ഒട്ടിക്കുമ്പോൾ ഒരു 55-60 സ്ക്വയർ ഫീറ്റ് ചെവര് ടൈൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ടൈലിന് മാത്രം ഒരു 2000 രൂപ ചെലവ് വരും. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ, ഇതിൽ കൂടിയാലേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞത് ഒരു 30-32 രൂപയുടെ ടൈല് നമ്മൾ മേടിച്ചാൽ പോലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഇത്രയും സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈല് മാത്രം നമുക്ക് ഒരു 2000-2500 രൂപ ചെലവ് വരും. ഒരു മേസ്തിരിയുടെയും ഒരു ഹെൽപ്പറിന്റെയും ലേബർ ചാർജ് നോക്കിയാൽ പോലും നമുക്ക് ഏകദേശം അതും ആവും 2500 രൂപ അഡീഷണൽ ആയിട്ട്. മാത്രമല്ല ഇതിന്റെ ഗം, പിന്നെ ഇതിലുപയോഗിക്കുന്ന എപ്പോക്സി, ഇതിന്റെ സിമന്റ്, മണല്, ഇതെല്ലാം കൂടി നോക്കിയാൽ ഒരു 1000 രൂപ, എല്ലാം കൂടി ഒരു 5000-6000 രൂപയാവും ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ചെവരിന് വേണ്ടി ചെലവാക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ്. ഞാൻ ഒരിടത്ത് കണ്ട് മനസ്സിലാക്കിയതല്ല. ഇങ്ങനെ ഒരു ടെക്നോളജി ആരും എവിടെയെങ്കിലും ചെയ്തതായിട്ടോ എനിക്കറിയില്ല. ഇത് ഞാൻ തന്നെ സ്വയം ചിന്തിച്ച് പരീക്ഷിച്ച് ചെയ്ത് സക്സസ് ആക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചിലപ്പോൾ ഇത് സ്റ്റിക്കർ അല്ലേ, നമ്മൾ പശ വെച്ചിട്ട് അക്സർ വെച്ച് ഒട്ടിച്ച ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇതിന്ന് ഇളകിയാലോ. കാരണം ഇത് എപ്പോഴും വെള്ളം വിടുന്ന ഒരു പോർഷനാണ്. നമ്മൾ കുളിക്കുമ്പോൾ ഈ ഷവറിൽ നിന്നൊക്കെ ചിലപ്പം വെള്ളം തെറിച്ച് ഈ ചുവരുകളിൽ വീഴാനും ഇതിന്റെ ഇടയിൽ കൂടി ഈ ഫ്ലെക്സ് ഇളകിപ്പോകാനും ഈ പശ നനഞ്ഞ് ഇളകിപ്പോകാൻ സാധ്യത ഉണ്ടെന്നൊരു ചിന്ത വരും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇതിന്റെ എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സുകളും ഞാൻ ഫിറ്റ് ചെയ്തത് ഈ ഫ്ലെക്സ് ചെവരിൽ ഒട്ടിച്ചതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തുണി തൂക്കിയിടുന്ന ആ ഒരു ഹാങ്ങർ, ആ ഒരു പ്ലാസ്റ്റിക് ബീഡിങ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഇതിന്റെ ടാപ്പുകൾ,
ഇതിന്റെ ക്ലോസറ്റ് ഉൾപ്പെടെ, ഇതിന്റെ ഡോറുകൾ ഉൾപ്പെടെ, അതാ കണ്ടില്ല ഈ വെച്ചിരിക്കുന്ന ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡോറുകൾ ഉൾപ്പെടെ ഈ ഫ്ലെക്സിന് മീതെയാണ് ഇതെല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ, ഈ ഡോർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്ര കാലം ഈ ബാത്റൂമിൽ ഉണ്ടായിരിക്കും അത്രയും കാലം ഈ സാധനം ഇളവാതെ അതിൽ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. അടുത്ത ഏറ്റവും വലിയ സംശയം ആളുകൾക്ക് ഉണ്ടാകാനുള്ളത് ഇതിന്റെ ഡ്യൂറബിലിറ്റിയെ കുറിച്ചാണ്. ഇത് എത്ര കാലം നിലനിൽക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആളുകൾക്കുണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 8 വർഷം മുമ്പ് ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ ചെയ്ത ഒരു ബാത്റൂമാണ്. നമ്മളിപ്പോൾ ആ വീട് ഏകദേശം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ പൊളിച്ച് പുതിയ വീട് വയ്ക്കാനായി പൊളിക്കുകയാണ്. അതിൻ്റെ അകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ഇളക്കി എടുത്തു കഴിഞ്ഞു, ക്ലോസറ്റ് ഉൾപ്പെടെ. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും അതിൻ്റെ ആ ചുവരിലൊട്ടിച്ച ഈ പറഞ്ഞ ഈ ഫ്ലെക്സ് ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 8 വർഷമായിട്ടും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും, ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഡ്യൂറബിലിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 8 അല്ല, ചിലപ്പോൾ ഇത് 10 15 വർഷം ഇത് നിലനിൽക്കാം. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാം, ഇതൊരു 5 6 വർഷം കൊണ്ട് ഇത് പൂർണ്ണമായും നശിച്ചു പോയെന്നിരിക്കട്ടെ, ഇത് ഇളകി പോയെന്നിരിക്കട്ടെ, എന്നാലും നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന വെറും 1000 രൂപ ചെലവിലാണ്. ഒരുപാട് ആളുകൾ ഇല്ലാത്ത കാശ് മുടക്കി ചുവരിൽ ടൈലൊട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, അവർക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലേ, വെള്ളം വീഴുന്നതല്ലേ. അപ്പൊ ഇതിന് ലീക്കേജ്, ചുവരിൽ നമ്മൾ ടൈൽ ഒട്ടിച്ചില്ലെങ്കിൽ ലീക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന പേടിയിൽ അവരില്ലാത്ത കാശ് മുടക്കി ടൈൽ ഒട്ടിക്കാറുണ്ട്. പക്ഷേ ഇത്രയും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇനി എത്ര ലക്ഷം രൂപ മുടക്കിയുള്ള ടൈല് മേടിച്ചൊട്ടിച്ചാലും കിട്ടില്ല. കാരണം ഇതിന് ഗ്യാപ്പുകളില്ല എന്നുള്ളതാണ്. നമ്മളൊരു ടൈല് മേടിച്ചൊട്ടിക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ അതിന് ജോയിന്റ് ഫില്ലറോ അല്ലെങ്കിൽ എപ്പോക്സി ഉപയോഗിച്ച് ഗ്യാപ്പ് അടയ്ക്കാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലും ഒരു സൂചി മുനയ്ക്ക് താഴ്ന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു തുളയുണ്ടെങ്കിൽ പോലും അതിൽ കൂടി വെള്ളം അകത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഇതിന് അതും ഇല്ല. കാരണം ഇത് ഫുള്ളായിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഒരൊറ്റ ലെയറിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് എന്നുള്ളത് കൊണ്ട് ഈ സാധനത്തിൽ കൂടി ഒരു കാരണവശാലും അകത്തേക്ക് വെള്ളം ലീക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോസ്റ്റ് എഫക്റ്റീവായിട്ട്, ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട്, ഇത്രയും വാട്ടർ പ്രൂഫ് ആയിട്ട് ഒരു സിസ്റ്റം വേറെ ഉണ്ട് എന്നുള്ളത് എൻ്റെ അറിവിലില്ല. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഇതിന്റെ ക്ലോസറ്റ് മാത്രമായിരുന്നു. അതിന്റെ ജോൺസന്റെ ഈ ക്ലോസറ്റിന് ഏകദേശം 7500 രൂപയോളം ചെലവായി. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസറ്റ് വെക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ഇത് മേടിച്ച് വെച്ചാണ്. ഇല്ലെങ്കിൽ 2000-2500 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് വെച്ചാലും മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് കുറച്ചത്, ഏറ്റവും ലഘൂകരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇതിലങ്ങനെ ഈ പ്ലേറ്റ് ചെയ്ത നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രൊഡക്റ്റുകളൊന്നും മേടിച്ച് വെച്ചിട്ടില്ല. ഇതിന്റെ ടാപ്പുകളും അതുപോലെ തന്നെ ഇതിന്റെ തുണി തൂക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം A to Z സംഭവങ്ങളും ഇതിന്റെ എക്സ്ട്രാ ഫിറ്റിങ്സുകളും 99% ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെറും പ്ലാസ്റ്റിക്കിൻ്റെതാണ്. എന്ന് വെച്ചാൽ നമുക്ക് എത്രയോ മടങ്ങ് നമുക്ക് കാശ് ലാഭമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെത് ഉപയോഗിക്കുന്നത്. ഈ 1.5 വർഷമായിട്ടും അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ബാത്റൂമിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വെറും 1 മീറ്റർ വീതിയും 1.5 മീറ്റർ നീളവും മാത്രമുള്ള ഒരു സ്പേസ് ആണ്. പക്ഷേ ഈ ഒരു സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഒരു കുഞ്ഞ് ബാത്റൂമാണെന്ന് നമുക്ക് തോന്നില്ല ഇതിനകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ അത്രയ്ക്കും ഈ സ്പേസ് എഫക്റ്റീവ് ആയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായി തറയിൽ സാധനങ്ങൾ വലിച്ചു വാരി വച്ചിട്ടില്ല ഈ ബാത്റൂമിൽ. ഞാൻ ഈ പല ബാത്റൂമുകൾക്കകത്ത് കയറി നോക്കുമ്പോഴും ഞാൻ ഈ വീടുകളിൽ പലയിടത്തും കാണുന്ന ഒരു വൃത്തികേട് എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഈ ക്ലോസറ്റിനകം കഴുകുന്ന ചൂൽ ഉൾപ്പെടെ ഉള്ള ചൂലുകൾ അവരെ ഏതെങ്കിലും ഒരു മൂലയിൽ വെറുതെ ഇങ്ങനെ ചാരി വെച്ചേക്കും. എന്ന് വെച്ചാൽ അതിപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന വെള്ളം, നമ്മൾ ഈ ബാത്റൂമിൽ എങ്ങനെയൊക്കെ വെള്ളം ഉപയോഗിക്കുന്നു, നല്ലതോ ചീത്തയോ എല്ലാ വെള്ളങ്ങളും ഈ തറയിൽ കൂടിയാണ് ഒലിച്ചു പോകുന്നത്. ഈ ഒലിച്ചു പോകുന്ന വെള്ളങ്ങളെല്ലാം തന്നെ ആ ഒരു ചൂലിന്റെ ആ ഒരു നാരുകൾ ഉള്ളത് കൊണ്ട് അതിനകത്ത് പിടിച്ചു നിൽക്കും. അങ്ങനെ പിടിച്ചു നിന്ന് അത് മുഷിഞ്ഞൊരു സ്മെല്ലുണ്ടാകാനും അതുപോലെ തന്നെ ഇതിൽ പായൽ പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ ചൂലുകൾ കുറേ നാൾ നമ്മൾ തറയിൽ വെക്കുമ്പോൾ സംഭവിക്കുന്നത്, തറയിലിരുന്ന് ഇതിന്റെ ചൂലിന്റെ ഒരു ഭാഗം മടങ്ങി അതിങ്ങനെ ഒരു റാ പോലെ വളഞ്ഞ് വൃത്തികേടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് കേടായി പോകും. അപ്പൊ ഇതെല്ലാം കുറച്ച് ഒരു 6 മാസം ഞാനും ഇത് അനുഭവിച്ചതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചിട്ട് അതിനും ഞാനൊരു വഴി കണ്ടെത്തിയതാണ് ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഇടുന്ന ഒരു ടെക്നോളജി. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിന്റെ തറ പൂർണ്ണമായിട്ടും, ഫ്ലോർ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിഞ്ഞു കിട്ടും. മാത്രമല്ല നമുക്ക് നല്ലൊരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. ബാത്റൂമിനകം നമുക്ക് കഴുകി വൃത്തിയാക്കാനും എല്ലാം നമുക്ക് വളരെ ഈസിയാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ളത്, നമ്മളൊരു കപ്പ് വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ തറയിലൊക്കെ വീഴുന്ന മുടി, ചിലപ്പോൾ സ്ത്രീകളൊക്കെ കുളിക്കുമ്പോൾ ഒരുപാട് മുടിയൊക്കെ തൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പൊക്കെ അതിനകത്ത് വെച്ച് പൊട്ടിക്കുമ്പോൾ അതിന്റെ ഈ പേപ്പറുകൾ, പിന്നെ ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ ബ്ലേഡോ അല്ലെങ്കിൽ അതിന്റെ കവറുകളോ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ അവിടെ വലിച്ചു വാരി ഇടാതെ
നമ്മൾ ഈ കപ്പിനകത്തേക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പ് നിറയുന്ന സമയത്ത് നമുക്ക് എടുത്തുകൂടി കളയാൻ പറ്റും. പിന്നെ ഇതിന്റെ അടുത്ത ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ബാത്റൂമിന് 2 ഡോറുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിന്ന് ഈ സംസാരിക്കുന്നത് ഇതിന്റെ ഈ ഫ്രണ്ട് ഡോറിൽ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഈ ഫ്രണ്ട് ഡോർ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് പുറത്തു നിന്ന് വരുന്ന ആളുകൾ, നമ്മുടെ വിശേഷിച്ച് വീട്ടിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവർക്ക് ജസ്റ്റ് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോമൺ ഒരു ഡോർ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ആ ഡോർ എന്ന് പറയുന്നത് നമുക്ക് റൂമിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ഡോറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ഗുണം, കാരണം ഈ വീട്ടിൽ ഒരേ ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് നമുക്ക് എല്ലാം ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാളിന് ജസ്റ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിനകത്ത് കൂടെ അവരെ അകത്ത് കയറ്റേണ്ടി വരും. അപ്പൊ അത് ഈ വരുന്ന ആളിനും നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടോയ്ലറ്റും കൂടി അഡീഷണൽ നമ്മൾ ഈ വീട്ടിൽ സ്ഥാപിക്കണമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ടോയ്ലറ്റ് നമ്മൾ അഡീഷണൽ നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 50,000 രൂപ ചെലവാണ് എല്ലാ കാര്യങ്ങളും കൂടി. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറും ഒരു 1,500 രൂപയുടെ ഒരു ഡോറിൽ, ഒരു എക്സ്ട്രാ ഒരു ഡോറിൽ ഞാൻ ആ ഒരു ചെലവങ്ങ് ചുരുക്കി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് 2 ഡോറുകളുണ്ട്. പിന്നെ ഈ നമ്മൾ റൂമിലേക്ക് കയറുന്ന ആ ഡോറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം പുറത്തു നിന്ന് ആര് വന്ന് നോക്കിയാലും നമ്മൾ ആ റൂമിലേക്ക് കയറുമ്പോഴും ഇങ്ങനെ ഒരു ഡോർ അവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിയില്ല. കാരണം നമ്മളെ റൂമിന്റെ ഡോറിന്റെ അകത്ത് ഇൻസൈഡ് ആയിട്ട് ഹൈഡായിട്ടാണ് ഈ ബാത്റൂമിന്റെ റൂമിൽ നിന്നുള്ള ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ 1.5 വർഷമായിട്ടുണ്ട് നമ്മൾ ഈ വീട് വെച്ചിട്ട്. അപ്പോൾ 1.5 വർഷമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളുടെ, അവരുടെ കുട്ടികൾ, കൊച്ചു കുട്ടികളൊക്കെ ഈ ബാത്റൂമിനകത്ത് കയറി ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവരിത് കണ്ടിട്ട് അത്ഭുതപ്പെടാറുണ്ട്, അന്തം വിട്ട് നിൽക്കാറുണ്ട്, ഇത് എന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട്. കാരണം ഇതിനകത്ത് മീനുകള്, ആമകള്, ആൽഗകള്, ഒരു കടലിന്റെ ഒരു ഫീല് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നതുകൊണ്ട് പിള്ളേർക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യും. പിള്ളേർക്ക് മാത്രമല്ല, മുതിർന്ന ആളുകൾക്കും അതുപോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പുറത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ തുറന്നിങ്ങനെ ബാത്റൂം ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അവര് അന്തം വിട്ടു, അവര് അത്ഭുതപ്പെട്ട് നോക്കി നിന്നു, ഇത് ഏത് തരം ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നതെന്ന്. പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല ഇത് ഞാൻ ഫ്ലെക്സ് ഒട്ടിച്ചിരിക്കുന്നതാണെന്ന്. കാണുന്ന പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ചുവരിൽ ഏതോ പ്രത്യേക തരം ഡിസൈനുള്ള ഏതോ കൂടിയ തരം ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നതാണെന്നുള്ളൊരു ചിന്താഗതി ആൾക്കാർക്കുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മൾ ഫ്ലെക്സ് ഒട്ടിച്ചിരിക്കുന്നതാണെന്ന്. കാരണം അവർ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ താഴത്തെ പോർഷനിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് ഈ ടൈലിന്റെ പോലുള്ള, അല്ലെങ്കിൽ ചുവരിൽ വെക്കുന്ന കല്ലുകളോ ടൈലോ പോലുള്ള ഏകദേശം ഡിസൈൻ വരുന്ന ഒരു ഡിസൈനാണ് ഇതിന്റെ താഴത്തെ പോർഷനിൽ ഞാൻ ഈ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊന്നും ഇത് മനസ്സിലാവില്ല, ഇതിങ്ങനെ നമ്മളൊരു ഫ്ലെക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണെന്നുള്ളത്. ഇത് നമുക്ക് വളരെ ഒരു കൗതുകമാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളുടെ അവരുടെ ഈ ഒരു ടോയ്ലറ്റ് കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഈ ഭാവ വ്യത്യാസം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത് വളരെ കൗതുകരമായി, വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരാൾ നിന്ന് കുളിക്കുമ്പോൾ ഈ 6 അടി ഹൈറ്റിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ ഫ്ലെക്സ് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. അതിന് മുകളിലേക്ക് വെള്ളമൊന്നും അങ്ങനെ തെറിച്ച് വീഴാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ബാക്കിയൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല. അതിങ്ങനെ വെറുതെ ഇങ്ങനെ എംറ്റി ആയിട്ട് വെച്ചേക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസിലും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലെക്സ് തന്നെ നമുക്ക് വാങ്ങിച്ചൊട്ടിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഹാഫ് പോർഷനിൽ ഇതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതിനാണ് കൂടുതൽ ഭംഗി എന്ന് എനിക്ക് തോന്നിയതും കൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ ഇത് ഇത്രയും മാത്രം, ഒരു 1/4 ഭാഗം മാത്രം ഒരു സ്പേസിൽ ഇതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, വളരെ ഹൈജീനിക് ആയിട്ട്, വളരെ സ്പേസ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വളരെ കുഞ്ഞായിട്ട് വെറും 1 മീറ്റർ വീതിയിലും 1.5 മീറ്റർ നീളത്തിലും ഇങ്ങനെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു ബാത്റൂം നിങ്ങൾക്ക് നിർമ്മിക്കാം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്ത കാശ് മുടക്കിയിട്ട് ചുവരുകളിൽ ടൈല് പതിപ്പിക്കുന്നതിനേക്കാളും ഇങ്ങനെ വെറും 1,000 രൂപ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.